ഇല്ല. അത് മുഴുവനും കൂടി ചേർത്ത കയ്യിൽ കിട്ടിയ കൈക്കൂലി പൈസ പോവുകയും ചെയ്യും. അതേ സമയത്ത് അയാളുടെ ശാപം നമ്മുടെ കയ്യിലുണ്ട് താനും. 9 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പുഴുത്ത മരിച്ചത്. എന്താ കാരണം അറിയോ? ഞാൻ ഉത്തരം പറയണ്ടല്ലോ, അതുകൊണ്ട് ഓർമ്മിക്കുക. സത്കർമ്മം. അപ്പം ഇപ്പം ആ സിസ്റ്റർ എന്നോട് പറഞ്ഞതിൻ്റെ സയൻസ്, ഭംഗിയായിട്ടുള്ള സയൻസ്, ആത്മാവ് എപ്പോഴാണോ പരമാത്മാവിനെ കാണുന്നത്, ശിവം ഭൂത്വാ ശിവം ഭജേത്, ശിവം ഭൂത്വാ ശിവം ഭജേത്. നിങ്ങൾ ശിവനായി തീർന്നിട്ട് ശിവനെ ഭജിക്കുക. അതാവണമെങ്കിൽ എന്ത് ചെയ്യണം? 6ാമത്തെ ലെവലിലെത്തണം. 6ാമത്തെ ലെവലിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ നിറഞ്ഞ പ്രവർത്തികൾ കുറേ അധികം ചെയ്യണം. അതിൻ്റെ റിസൾട്ടും റിവാർഡും നമുക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്തി 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 അവിടം വരെ കൊണ്ടുപോകും. അങ്ങനെ ആത്മാവിനെ ഉയർത്തണമെങ്കിൽ ലോകത്തിൽ ഒരു വഴിയേ ഉള്ളൂ, നന്മകൾ ചെയ്യുക, സത്കർമ്മം. ഇനി വേറൊരു വഴിയുണ്ട്, അതാണ് ജ്യോതിർലിംഗ ദർശനം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ സാർ ഈ വിഷയത്തിലേക്ക് വെറുതെ വരികയാണെന്നൊരു തോന്നലുണ്ടാവും. ഇല്ല, ഞാൻ ഉത്തരം കറക്റ്റായിട്ട് സയൻസ് ഉപയോഗിച്ച് പറയാം. നമ്മൾ കുറേ അധികം ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ല. അപ്പോൾ BCom പഠിച്ച ആളാണ് ലോൺ എടുത്തത്. ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ല. അയാൾക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? തന്നെ ഉത്തരം ഇങ്ങോട്ട് പറയണ്ട, കാരണം ഒരു സദസ്സിനോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞൊന്നും വരില്ല. അയാൾക്കുള്ള ആൾട്ടർനേറ്റീവ് എന്താണ്? അയാൾ ബാങ്കിലെ മാനേജറോട് ചെന്ന് പറയുന്നു, സാർ എനിക്ക് 10,000 രൂപയുടെ ലോണുണ്ട്, 8.5% വെച്ച് ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള അവസ്ഥയല്ല, പക്ഷെ ഞാൻ BCom പഠിച്ചിട്ടുണ്ട്. സാറ് ബാങ്കിലെ ഏതെങ്കിലും ജോലി എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ കടം തീരുന്നത് വരെ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് ഞാനത് തീർക്കാം. അർത്ഥം എന്താ? പൈസ ഇയാൾ തിരിച്ചടച്ചിട്ടില്ല. അതേ സമയത്ത് ഇയാൾ വർക്ക് ചെയ്ത് പൈസയ്ക്ക് തുല്യമായത് തിരിച്ചടച്ചു. അപ്പോൾ 10,000 രൂപ തിരിച്ചടക്കാൻ പാകത്തിന് 50 ദിവസം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. 50 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 200 രൂപ വെച്ച് അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച് 50 ദിവസം വർക്ക് ചെയ്ത് അയാൾ ഇൻട്രസ്റ്റിന് ഒരു 5 ദിവസവും കൂടി വർക്ക് ചെയ്ത് 55 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇനി എത്ര കടമുണ്ട് ബാങ്കിൽ? ഇനി എത്ര കടമുണ്ട് ബാങ്കിൽ? 55 ദിവസം അയാൾ ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്തു. 10,000 രൂപ കടമെടുത്തത് 55 ദിവസം കൊണ്ട് ഇൻട്രസ്റ്റും തീർന്നു. അയാൾ പൈസ അടച്ചിട്ടും ഇല്ല, പക്ഷേ കടം അയാൾക്ക് പെൻഡിങ് ഇല്ല. പൈസ അടച്ചിട്ടും ഇല്ല, അതിൻ്റെ വർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് അയാൾ ഒരു കാരണവശാലും ബാങ്കിനോട് ഇനി കടപ്പെട്ടവനല്ല. ബാങ്ക് അയാൾക്ക് നോട്ടീസ് അയക്കുകയില്ല. അതായത് നമുക്ക് ചെയ്തു തീർക്കാനുള്ള, അനുഭവിച്ച് തീർക്കാനുള്ള നന്മകൾ നമ്മൾ അനുഭവിച്ച് തീർക്കുന്നു. ഏതുപോലെ? നല്ല സാമ്പാർ, നല്ല ഭക്ഷണം, നല്ല രീതിയിൽ കിടക്ക, ഉറങ്ങാനുള്ളത്, നല്ല വീട്, തരക്കേടില്ലാത്ത ഭാര്യ, കുട്ടികൾ നല്ലോണം പഠിച്ചു, നല്ല രീതിയിൽ ആൾക്കാർ ബഹുമാനിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ബലം ഉപയോഗിച്ച് പോകുന്നു. അതേ സമയത്ത് നമ്മൾ ചെയ്ത തിന്മകളുടെ ബലം അനുഭവിച്ചിട്ടില്ല, അതനുഭവിക്കാൻ പെൻഡിങ്ങിൽ കിടക്കുക. അപ്പം എന്തു ചെയ്യണം? അതനുഭവിച്ച് തീർക്കാൻ ഇനി ഒരു ജന്മം എടുക്കണ്ട എങ്കിൽ എളുപ്പ വഴി നേരെ കൈലാസത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ജ്യോതിർലിംഗ ദർശനത്തിനായിട്ട് അങ്ങോട്ട് പോവുക. ഇവിടെ ശിവനുണ്ട്. നിങ്ങൾ കേദാർനാഥിലേക്ക് നവംബർ മാസത്തിൽ പോയി എന്ന് വിചാരിക്കുക, അവിടേക്ക് എത്തില്ല. ഗൗരികുണ്ഡത്തിൽ എത്തുമ്പോൾ അവർ പറയും ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, തിളച്ച വെള്ളമാണ്, ശ്രദ്ധിച്ചിറങ്ങി കുളിച്ചിട്ട് തിരിച്ചു പൊക്കോളാം. എന്താ കാരണം? അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മിലിറ്ററിക്കാരാണ്, ഇന്ത്യ ചൈന ബോർഡറിലുള്ളവരാണ്. കേദാർനാഥിൻ്റെ സംരക്ഷണം. അമർനാഥിൽ പോയി എന്ന് വിചാരിക്കുക, അമർനാഥിൽ ബട്ടാള കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടില്ല, നിങ്ങളെ ഒരിക്കലും വിടില്ല. കാരണം ഞാൻ പോയ സമയത്ത് തന്നെ എത്രയോ പേര് ചറക്കി വീഴുന്ന കാഴ്ച കണ്ടു. എൻ്റെ കൂട്ടത്തിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, വയനാട്ടിൽ നിന്നുള്ളവർ. അവിടം വരെ എത്തും. ഇങ്ങനെ നടന്ന് 14 കിലോമീറ്റർ നടക്കണം, 14,800 അടി ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോൾ നാരോ വഴിയ
കാലൊന്ന് തെറ്റിയാൽ കൃഷ്ണ രാമ ഗോവിന്ദ എല്ലാ പാപവും തീരും. താഴത്തേക്ക് വീണാൽ ഹെലികോപ്റ്റർ ഇറങ്ങില്ല. കാരണം ഫ്രോസൺ നദിയാണ്, ഫ്രോസൺ ഐസാണ്. ഒത്തിരി ഡെഡ് ബോഡി കാണാം ചുവട്ടിൽ നിങ്ങൾക്ക്. ഇപ്രാവശ്യം 56 പേരോറ്റ മരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. കാരണം ഇത്ര നേരമാണ്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരകൾ, പിന്നെ പല്ലക്ക, വയ്യാത്തവർ, ചിലരൊക്കെ ആന്ധ്രാപ്രദേശത്ത് നിന്ന് വരുന്നവരുണ്ടല്ലോ. എന്താ വെയിറ്റ് അറിയോ? 135 കിലോ. ഇതും കൊണ്ടാണ് കയറണത്. അവരൊരാൾ വരുന്ന കണ്ടാൽ നമ്മളിപ്പുറത്തെ മലമുകളിൽ കയറണം. കാരണം വഴി അവർക്ക് പോകാനേ ഉള്ളൂ. ഈ വഴി കൂടെ നമ്മൾ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും. 10,000-കണക്കിന് ആൾക്കാർ രാവിലെ 3:30 മണിക്ക് പട്ടാളക്കാർ ഗേറ്റ് തുറക്കുമ്പോൾ അങ്ങൊരു പ്രവാഹമാണ്, കുതിരകളുമെല്ലാം. ആ പ്രവാഹത്തിൽ എവിടെയെങ്കിലും കാലൊന്ന് തെറ്റിയാൽ ശിവനെ കണ്ടു 6 പടിയും അവിടെ വെച്ച് തീരും. ഇതൊക്കെ അനുഭവിച്ച് അവിടെ ചെല്ലുമ്പോഴാ കാണുന്നത് അങ്ങ് അകലത്തിൽ അമർനാഥിൻ്റെ ഗുഹ കാണാം. ആ ഗുഹയിലേക്ക് പോകണമെങ്കിൽ 4 കിലോമീറ്റർ 2.5 മീറ്റർ കനത്തിൽ സ്നോ ആണ്. കാലൊന്ന് തെറ്റിയാൽ പിടിക്കാൻ ഒരു ചെറിയ കമ്പോ ഒരു പാറയോ ഒരു മരമോ ഒന്നുമില്ല, വെറും സ്നോ. ഈ വീണാൽ മുമ്പോട്ടാ പോയെങ്കിൽ അത്രയും നടക്കണ്ടെന്ന് പറയാം. ഇത് മുമ്പോട്ടല്ല പോവുക, സൈഡിലേക്കാണ് പോവുക. അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തോട്ടാ പോവുക. ഗ്രിപ്പ് ഒന്നുമില്ല, പിടിക്കാൻ ഒന്നുമില്ല. വേറെ ആരെയെങ്കിലും പിടിച്ചാൽ അവനും കൂടി നമ്മുടെ കൂട്ടത്തിൽ പോകാൻ വരും. എത്ര പ്രാവശ്യം വീഴുക. ഇവിടെയൊക്കെയുള്ള ജോയിൻറ്റുകൾ ആനയുടെ ജോയിൻറ്റുകളൊന്നും അല്ലേ. 4-5 പ്രാവശ്യം വീഴുമ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, പൂർണ്ണത്രൈജ, ശിവ എന്നൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞ് ആ ക്യൂവിൽ നിന്ന് അങ്ങ് ആ ഗുഹയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയുള്ള ഐസിൻ്റെ ഒരു ശിവലിംഗം, അത്രയേ ഉള്ളൂ. ഇത് കാണാനാണോ ഈശ്വര ഞാൻ ഇവിടം വരെ വന്നത്? ഇതൊരെണ്ണ അവിടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ തിരുവനന്തപുരത്ത്. ഇത്ര വലിയ വിഷമമുണ്ടോ എന്നൊരാൾക്കും തോന്നിയിട്ടില്ല. ഒരാൾക്കും തോന്നിയിട്ടില്ല. ഒരൊറ്റ മനുഷ്യന് തോന്നിയിട്ടില്ല. ഞാൻ ഉൾപ്പെടെ പറയുന്നു. അവിടെ എത്തിയപ്പോൾ തോന്നിയ ഒരു സന്തോഷം എന്താ അറിയോ? ഈ 14 കിലോമീറ്റർ രാവിലെ 3:30 മുതൽക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ വേറൊരു പാപവും കൂടി തീർന്നു. അത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. എന്താ അറിയോ? തൊഴുത് പുറത്തേക്ക് വന്നപ്പോൾ വിശന്നാണ്ടം കത്ത, കണ്ണടയൊട്ട് എടുത്തിട്ടുമില്ല. അവിടെ ലങ്കറിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ചോറ് തന്നു. അപ്പുറത്ത് വെച്ചിരിക്കുന്നത് പിക്കിൾസിൻ്റെ പൊടിയാണെന്ന് വിചാരിച്ച് അതെടുത്ത് ഇതിലിട്ട് കുഴച്ച് തിന്നു. അത് ഹിമാലയൻ മുളകിൻ്റെ പൊടിയാണ്. ഹിമാലയൻ മുളകെന്ന് വെച്ചാൽ സാധാരണ മുളകിനേക്കാൾ 60,000 ഇരട്ടി എരിവുള്ളതാണ്. അത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റും നോക്കിയിരിക്കുന്നവർ കണ്ണടച്ചു. ഇതെനിക്കറിയോ, ഞാൻ കണ്ണട വെച്ചിട്ടില്ലേ, ഇതെന്താ സാധനം എന്ന് ഞാനും മനസ്സിലാക്കിയില്ല. എൻ്റെ വായ മുഴുവനും പൊള്ളി. പിന്നെ തണുത്ത വെള്ളം ഒഴിക്കാൻ പറ്റുമോ? കാരണം ഐസുരുകി വരുന്ന 0 ഡിഗ്രി വെള്ളം. ഈ തണുപ്പിലേക്ക് 0 ഡിഗ്രി കൂടി ഒഴിച്ചാൽ എങ്ങനെയാണ്? ഏതായാലും അവിടെ തൊഴുത് പുറത്തേക്ക് വന്നു. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനറിയോ? നമ്മൾ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? 10,000 രൂപ പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് തീർക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തവൻ അവിടെ ചെന്ന് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ലോൺ തീർത്തതുപോലെ നമ്മൾ അനുഭവിച്ച് തീർക്കാനുള്ള മഹാപാപങ്ങൾ ഈ 14 കിലോമീറ്റർ 14,700 അടി കയറി അനുഭവിച്ചങ്ങോട്ട് തീർക്കാൻ. അർത്ഥം മനസ്സിലായി? അനുഭവിക്കാനുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് തീർക്കുന്നു. കൈലാസത്തിലേക്ക് പോയാൽ 12 ദിവസം കാഠ്മണ്ഡു കഴിഞ്ഞുള്ള യാത്ര. ആ നേപ്പാളിൻ്റെ ബൗണ്ടറി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോയിട്ടുണ്ടാവും നിങ്ങളിൽ ചിലരെങ്കിലും പോവാതിരിക്കില്ല. കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എന്താ പറയുക, ജാപ്പനീസ് വണ്ടിയിൽ മാത്രമാണ് കിട്ടിയത് കഴിക്കുക. ഒറ്റ കടകളോ എന്തെങ്കിലും ഇല്ല. ഇതിങ്ങനെ 9 ദിവസം കൊണ്ട് അവിടെ എത്തി ദർശനി കൊണ്ടുപോയിട്ട് നമ്മളെ വിട്ടാൽ ആ ചുറ്റുപാടും ടോയ്ലറ്റാണ്. കാരണം യഥാർത്ഥ കക്കൂസില്ല അവിടെ. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഇവിടുത്തെ കുറേ രാഷ്ട്രീയ നേതാക്കൾ, ചൈനയുടെ മനോരമ്യ ചൈന ഒന്ന് അവിടെ പോയി നോക്കണം. അതിലൂടെ ഒരു മുറിയില്ല. പുറത്ത് -10 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. എങ്ങാനും സൂര്യാസ്തമയത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ
അൽസേഷൻ പട്ടിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള പട്ടികൾ അറിയാതെ എങ്ങാനും പട്ടിയെ കണ്ട് പേടിച്ചോടിയാൽ അവിടെ വെച്ച് തീരും. ആ പട്ടി കടിക്കാതിരിക്കില്ല. അത് നടന്ന് 4 ദിവസം നടക്കണം. ആദ്യത്തേത് കയറ്റം, പിന്നത്തേത് കരയും. നമ്മളെ കരയുമെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ആളായതുകൊണ്ട് പറയാം. നടന്ന് കണ്ണീന്ന് രക്തം വരും. വെള്ളം കുടിക്കാനില്ല, കയ്യിൽ ബാഗ് ഉണ്ടെങ്കിലും ഒന്നും താങ്ങില്ല. എത്രയാ? 52 കിലോമീറ്റർ നടക്കണം. 22,600 അടി മുകളിൽ. ഭയങ്കര സ്നോ. ഈ പാൻറ്റൊക്കെ ഇട്ടോളാൻ നമ്മളോട് കറക്റ്റ് പറയില്ല. കാരണം തലേ ദിവസമൊക്കെ തിന്നത് മുഴുവൻ ഛർദ്ദിച്ചു പോയിട്ടുണ്ടാവും. അപ്പം ആൾ മെലിഞ്ഞ് 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 വളരെ ഇതായിട്ടുണ്ടാവും. ഈ കൈലാസത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ ആരും പാൻറ്റ് തയ്ക്കില്ലല്ലോ. 4 പാൻറ്റ്, അതിൻ്റെ പുറത്ത് മഴ പെയ്താൽ അകത്തേക്ക് വരാതിരിക്കാൻ റെയിൻ കോട്ട്. അപ്പം അകത്തെ വിയർപ്പ് ആ പാൻറ്റിൽ കണ്ടൻസ് ചെയ്യും. അതിങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ കയറ് കെട്ടണം എന്ന് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിനെ വലിച്ചു പിടിച്ച് ഈ 52 കിലോമീറ്റർ നടക്കുമ്പോൾ തോന്നും, ഞാൻ അതൊക്കെ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ചെയ്തു തീർത്ത കർമ്മഫലങ്ങൾ, തിന്മകൾ അനുഭവിക്കാനുണ്ടെങ്കിൽ ഈ 52 കിലോമീറ്റർ നടക്കുമ്പോൾ ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞത് രത്നാകരൻ്റെ ഭാര്യ ഞാനുള്ളപ്പോൾ രത്നാകരനോട് പറഞ്ഞത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പം എവിടെയെങ്കിലും എന്തെല്ലാം പാപം, എന്താ പാപം എന്ന് പറഞ്ഞാൽ ദുർമനസ്, ദുഷ്ചിന്തകൾ, ദുഷ്കർമ്മം, ദുഷ്കർമ്മഫലം, ദുഷ്കർമ്മവും ദുഷ്കർമ്മഫലവും അനുഭവിച്ചു തീർക്കാനുള്ളത് വേദനയോടുകൂടി കേരളത്തിലിരുന്ന് അനുഭവിക്കുന്നതിന് പകരം അതിശക്തമായ ദുഃഖത്തോടുകൂടി ഈ ജ്യോതിർലിംഗങ്ങളുള്ള ഹിമാലയത്തിൻ്റെ മുകളിലേക്കൊന്ന് പോയി ഒന്ന് ദർശിച്ചാൽ ഈ ലോകത്തിൽ ചെയ്ത പാപങ്ങൾ എങ്ങനെയാണോ വീട്ടാനുള്ള കടം ജോലി ചെയ്ത് തീർക്കുന്നത്, അങ്ങനെ വീട്ടാനുള്ള പാപം അനുഭവിച്ചു തീർക്കാൻ അവസരം കിട്ടും. അപ്പം ജ്യോതിർലിംഗ ദർശനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വര രൂപത്തിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുക കൈലാസത്തിൽ. ലിംഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? ലിംഗമയതി ഇതി ലിംഗ. ലിം ആകാശത്തിലേക്ക്, ഗമയതി പോകുന്നു. അപ്പം എനർജിയെ ആകാശത്തിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യാണ്. ഇപ്പം ശിവലിംഗത്തിൽ അഭിഷേകം കഴിച്ച വെള്ളം, തീർത്ഥം കഴിച്ചാൽ, അമേരിക്കയിൽ പോയാൽ ഒരു ബോട്ടിൽ വെള്ളം സൈക്ലൈസ്ഡ് വാട്ടർ എന്ന് പറയാം. ഓക്സിജൻ പ്രഷർ ചെയ്ത് നിറച്ച വെള്ളമാണ് സൈക്ലൈസ്ഡ് വാട്ടർ. $5. ഇപ്പോൾ വില കുറഞ്ഞു, $3 കിട്ടും. അത് ഒരു തുള്ളി ഒരു ഗ്ലാസ്സിലെ പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ച് നിങ്ങളത് കഴിച്ചാൽ ഈ പ്രഷറൈസ് ചെയ്ത ഓക്സിജൻ പെട്ടെന്ന് ബ്ലഡിലേക്ക് കയറും. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ, ഫെറസ് അയോൺ, ഫെറിക് അയോണാവും. അപ്പോൾ ശരീരം ഭയങ്കര എനർജിയാണ് ഈ സൈക്ലൈസ്ഡ് വാട്ടർ കഴിച്ചാൽ. അതിന് വേണ്ടിയിട്ടാണ് അതവർ വിൽക്കുന്നത്. ആ സൈക്ലൈസ്ഡ് വാട്ടർ കഴിക്കുന്നതും രാവിലെ നിർമാല്യം തൊഴുത് ശിവലിംഗത്തിലേക്ക് അഭിഷേകം കഴിക്കുന്ന ശംഖതീർത്ഥം ഇമ ആപശിവ സന്തു ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതലാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിബി എന്ന് പറഞ്ഞ് ശംഖിൽ വെള്ളം എടുത്തിട്ട് ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ ദദാതനാമുഖേരണായ ചക്ഷസേ യോവ ശിവതമോരസഹ തസ്യ ഭാജയതേഹന ഉഷതീരവ മാതര തസ്മാദരംഗമാമവോ യസ്യ ക്ഷയായ ജിന്വത ആപോ ജനയതാജന എന്ന അഥർവവേദത്തിലെ മന്ത്രം അതും ചേർത്ത് ശിവൻ അഭിഷേകം നടത്തി അപ്പുറത്തു കൂടെ ഓവിൽ വരുന്ന വെള്ളം ഒരു 3 സിപ്പ് കഴിച്ചാൽ സൈക്ലൈസ്ഡ് വാട്ടർ കഴിക്കുന്ന എഫക്റ്റാണ്. അപ്പം ശിവലിംഗത്തിന് മാത്രമേ ഉള്ളൂ അത്. ശിവന് മാത്രമേ ഉള്ളൂ 2 ഭാവം. വിഷ്ണുവിന് 2 ഭാവമില്ല, പല രൂപമുണ്ട്. ഭാവം 2 ശിവന് മാത്രമേ ഉള്ളൂ. എന്താ 2 ഭാവം? ഒന്ന് ശാന്തഭാവം, മറ്റൊന്ന് രൗദ്രഭാവം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രൗദ്രഭാവം. യജുർവേദത്തിലെ 18-ാം അധ്യായത്തിലൊരു മന്ത്രം രുദ്രം ചമകെന്ന് പറയും. അത് ആരംഭിക്കുന്നത് നമസ്തേ രുദ്രമന്യവൗദോദൈഷവേ നമഃ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ